വേടന് ജാമ്യമില്ല. പുലിപ്പള്ളി കേസില് മജിസ്ട്രേറ്റ് 2 ദിവസത്തേക്ക് ഫോറസ്റ്റിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്റെ ബലമായ സംശയം വേടൻ എന്ന് കേട്ടപ്പോൾ തന്നെ ഇവൻ കാട്ടിൽ പോയി വേട്ടയാടി പുലിയെ ആക്രമിച്ച് പുലിപ്പല്ലോ അല്ലെങ്കിൽ പുലിനകവോ കഴുത്തിൽ അണിഞ്ഞതുപോലെയാണ് നടപടികൾ കാണുമ്പോൾ തോന്നുന്നത്. പക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷെ ഇതിന്റെ ഒരു തിടുക്കം, അതിൽ ജാമ്യം കിട്ടിയ പാടന്നെ അവിടെ പോയി ഫോറസ്റ്റ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പിന്നെ മജിസ്ട്രേറ്റിൽ ഹാജരാക്കിയിട്ട് പിന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നത് കാണുമ്പോൾ ഒറ്റ സംശയമുണ്ട് സാറേ. നിയമത്തിന്റെ മുമ്പിൽ നിങ്ങളും ഞാനും സുരേഷ് ഗോപിയും മോഹൻലാലും വേടനും ഒക്കെ സമന്മാരാണ് അല്ലെ? ഒരു പ്രിവിലേജും നിയമം അനുവദിക്കുന്നില്ല. എന്നിരുന്നാലും മോഹൻലാലിന് കൊടുത്ത സാവകാശം അല്ലെങ്കിൽ മോഹൻലാലിന് കൊടുത്ത ഒരു പരിഗണന സാർമാർ വേടന് കൊടുത്തിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് തന്നെയാണ് സാർ ഇതുപോലെ ചോദ്യങ്ങൾ ഉയരുന്നത്. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ സുരേഷ് ഗോപി കഴുത്തിൽ തൂക്കി നടക്കുന്ന അത് പുലിപ്പല്ലാണോ അല്ലെങ്കിൽ പുലി നൊകാണോ അല്ലെങ്കിൽ ഇനി പൂച്ചന്റെ നൊകാണോ എന്നൊക്കെ ഇനി തെളിയിക്കേണ്ടി വരുമല്ലോ. ഓൾറെഡി സാർമാർ ഇത്രയും ആത്മാർത്ഥതയിൽ പണിയെടുക്കുമ്പോൾ ഈ ഒരു ആത്മാർത്ഥത അവിടെയും കാണിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷ. നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അത് ഒറിജിനൽ വിടുന്നതാണ് ഉപയോഗിച്ചെങ്കിൽ അവരെ ശിക്ഷിക്കപ്പെടട്ടെ. അത് ആര് തന്നെയായാലും, സുരേഷ് ഗോപി ആയാലും വേടൻ ആയാലും മോഹൻലാൽ ആയാലും ഞാനായാലും നിങ്ങളായാലും ഒക്കെ നിയമം ശിക്ഷിക്കട്ടെ. പക്ഷെ ഈ ഒരു തിരക്ക് കൂട്ടലും ഈ ഒരു വേടൻ ഇനി സംസാരിക്കരുത്, വേടന് കിടക്കണം ജയിലിൽ എന്ന് ആഗ്രഹിച്ച് എന്തെങ്കിലും നീക്കം നടത്തുന്നുണ്ടെങ്കിൽ അത് ശരിയല്ലെന്ന് മാത്രം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരിക്കും. ഫോറസ്റ്റിന്റെ ഈ തിടുക്കം കൂട്ടിയ നടപടി കൊണ്ട് ഓരോ ദിവസം കഴിയുന്നതിന് പോപ്പുലാരിറ്റിയും ഹൈപ്പും കൂടി വരികയാണ് വേടന്റെ എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ നിശബ്ദനാക്കാനോ നോക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ട് എന്നും കൂടിയും ഒന്ന് മനസ്സിലാക്കാം.